നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൻ്റെ ആവേശം ഇങ്ങനെ നുരഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്ത്. എൽ ക്ലാസിക്കോ ആണല്ലോ ഈ വർഷത്തെ ആദ്യത്തെ എൽ ക്ലാസിക്കോ, അതും കപ്പിനായുള്ള പോരാട്ടം. അത് വേറെ ലെവലാവും. രാത്രി 12:30 സൗദി അറേബ്യയിൽ, ഇന്ത്യൻ സമയമാണ് പറഞ്ഞത്, 12:30. സൗദിയിൽ രാത്രി 10 മണി. ഇന്ത്യൻ സമയം രാത്രി 12:30 സൗദി അറേബ്യയിലെ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം. ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ആരൊക്കെയായിരിക്കും ഇരു ടീമുകളുടെയും ആദ്യ ലെവലിൽ ഉണ്ടാവുക? നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ് ഈ പ്രോബിൾ ലൈനപ്പ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബാഴ്സയുടെയും മറ്റുമൊക്കെ പ്രോബിൾ ലൈനപ്പ് നമ്മൾ അവതരിപ്പിക്കുന്ന ഏതാണ്ട് അതുപോലെ തന്നെ കളിക്കളത്തിൽ വരാറുണ്ട്. അതിപ്പോൾ റാഫ് ടോക്സിൻ്റെ എന്തെങ്കിലും വലിയ മികവായിട്ട് പറയല്ല, എടുക്കുന്ന സോഴ്സ് അതായതുകൊണ്ടാണ്. അപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള പ്രോബിൾ ലൈനപ്പാണ് നമ്മൾ ബാഴ്സലോണയുടെ നോക്കുന്നത്. മിക്കവാറും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് കളിക്കളത്തിൽ വരാറുള്ളത്. കാറ്റലൻ മാധ്യമമാണ്, അവർക്ക് ട്രെയിനിങ്ങിലെയും മറ്റും കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവർ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ബാഴ്സ ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ തന്നെ, അതിലൊന്നും ഒരു സംശയവുമില്ല. ഡിഫൻസിൽ കൂണ്ടയും കുബാഴ്സിയും എറിക് ഗാർഷ്യയും ബാൾഡയും ഒരുമിച്ച് അണിനിരക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡിയോങ്ങും പെഡ്രിയും ഫെർബിനും. ഗോളടിക്കാൻ ഫെറാനുണ്ടാകും. പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് ലാമിനെ യമാലും റാഫീനി. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ റൂണി ബർദഗി മികച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കവയ്യ. ലാമിനെ യമാൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കോച്ച് തന്നെ കഴിഞ്ഞ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയുള്ള കളിക്ക് ശേഷം പറഞ്ഞിരുന്നു, റൂണി നന്നായിട്ട് കളിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സെയിം പൊസിഷനിൽ യമാൽ കളിക്കുന്നത് കൊണ്ട് അധികമൊന്നും റൂണിയെ കളിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ കളിയിൽ പ്രതീക്ഷിക്കുന്നത്. ലെവൻഡോസ്കി ഇന്നും ബെഞ്ചിലുണ്ടാകും. വേണ്ടി വന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അദ്ദേഹത്തെയും ഇറക്കും. ഇനി റയലിൻ്റെ 11ലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മാർക്കയാണ് ആശ്രയിക്കുന്നത്. റയലുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സ് എന്ന നിലയിൽ. അപ്പോൾ മാർക്ക മാത്രമല്ല, മറ്റ് സ്പാനിഷ് മാഡ്രിഡ് ബേസ്ഡ് മാധ്യമങ്ങളും നൽകുന്നൊരു സൂചന എന്താണെന്നറിയോ? എംബാപ്പെ ഇന്ന് സ്ക്വാഡിലുണ്ട്, പക്ഷെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല, ബെഞ്ചിലിരിക്കാനാണ് സാധ്യത. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും അദ്ദേഹം കളിക്കളത്തിലേക്ക് വരിക എന്ന്. അപ്പോൾ അങ്ങനെയെങ്കിലും മാർക്ക് നൽകുന്ന റയലിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് എന്ന് പറയുന്നത് ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ കഴേഴസും റൂഡിഗറും അസെൻസിയോയും, വാൽവർദെ റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. റയലിൻ്റെ ഡിഫൻസിൽ പരിക്ക് വല്ലാതെ അവരെ വലച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. മെൻഡി ഈ മത്സരം കളിക്കില്ല എന്ന തരത്തിൽ ഇന്നലെ തന്നെ വാർത്തകളും സൂചനകളൊക്കെ ഒന്നാണ്. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. റൂഡിഗറുടെ കാര്യത്തിലും ചെറിയ ആശങ്കകളുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഇന്ന് കളിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മധ്യനിരയിലേക്ക് വരുമ്പോൾ കമവിംഗയും ഷൂമനിയും ബെല്ലിംഗാമും. ഗോളടിക്കാൻ എംബാപ്പെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരും, പക്ഷേ സ്റ്റാർട്ടിംഗ് 11 ഗോൺസാലോയെ തന്നെ പ്രതീക്ഷിക്കുന്നു. വിനി ജൂനിയറും റോഡ്രിഗോയും ഇരു പാർശ്വങ്ങളിലായിട്ടുണ്ടാകും. ഇതാണ് ഇപ്പോൾ മാർക്ക് നൽകുന്ന റയലിൻ്റെ സ്റ്റാർട്ടിംഗ് 11. എന്തായാലും കാത്തിരിക്കാം. ഇന്നത്തെ പോരാട്ടത്തിന് വേണ്ടി രണ്ട് ടീമിലും മികച്ച താരങ്ങൾ അണിനിരക്കുമ്പോൾ കുറച്ചുകൂടി പരിക്ക് ഒക്കെ മാറി ഭേദപ്പെട്ട ഒരു ലൈനപ്പ് ബാഴ്സയുടേതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിൽ പോലും റയലിൻ്റെ പോരാട്ട വീര്യം ഇന്ന് നമ്മൾ കളിക്കളത്തിൽ കാണും എന്നതും ഉറപ്പാണ്. നല്ലൊരു പോരാട്ടം കാണാൻ കഴിയട്ടെ. നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആര് ജയിക്കും? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.